ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ സംരക്ഷണം അതൊരു യാഥാർത്ഥ്യമാണ്. സാറ പുറത്തിറക്കി വിട്ട ഹാഗാറിന് ദൈവിക സംരക്ഷണം കിട്ടിയത് നമ്മളിന്ന് വായിച്ചു കേട്ടു. കയ്യിലുണ്ടായിരുന്ന വെള്ളമൊക്കെ തീർന്നു. ഇപ്പോൾ കർത്താവാണ് ഒരു കിണർ കാണിച്ചു കൊടുത്തത്. അങ്ങനെ അവർക്ക് വലിയ സ്വർഗീയമായ ആശ്വാസമുണ്ടായി. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ദൈവിക സംരക്ഷണം യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് 2 പിശാച് ബാധിതർ, ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു. അപ്പോൾ ഈശോ അവരെ സുഖപ്പെടുത്തി. അവരുടെ ആ പിശാചിനെ പന്നിക്കൂട്ടത്തിലേക്ക് അയച്ചു. എന്നിട്ട് ആ നാടിനെ ഈശോ രക്ഷിച്ചു. ഗദറായരുടെ ദേശം, ആ നാടിനെ ഈശോ രക്ഷിച്ചു. ദൈവിക സംരക്ഷണം ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണല്ലോ സങ്കീർത്തനം 91. അത് കർത്താവിൻ്റെ സംരക്ഷണം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. കർത്താവിൻ്റെ സംരക്ഷണം വളരെ പരിചയമുള്ള സങ്കീർത്തനം. ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ ചൊല്ലി വിടാറുണ്ട്. അതിൻ്റെ അർത്ഥങ്ങളൊക്കെ അറിയാവോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വചനം അത് വെച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അതാണ് ഒരു കണ്ടീഷനാണ് കർത്താവിൻ്റെ സംരക്ഷണം ലഭിക്കാൻ. അത് സങ്കീർത്തനം 91:14. സങ്കീർത്തനം 91:14. അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവൻ രക്ഷിക്കും. അപ്പോൾ ദൈവിക സംരക്ഷണം ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് ആ സംരക്ഷണം അനുഭവിക്കാൻ സാധിക്കുക. ഇപ്പോൾ ഇന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ പ്രതിവചന സങ്കീർത്തനം 34-ാം സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൻ്റെ ടൈറ്റിലും ദൈവത്തിൻ്റെ സംരക്ഷണം എന്നാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ദൈവത്തിൻ്റെ സംരക്ഷണം. സങ്കീർത്തനം 91 കർത്താവിൻ്റെ സംരക്ഷണമെന്ന്, സങ്കീർത്തനം 34 ദൈവത്തിൻ്റെ സംരക്ഷണമെന്നാണ്. അതിൽ ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം നിങ്ങൾ കേട്ടില്ലേ? എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. അപ്പം നിലവിളിക്കുക. ഹാഗാറിൻ്റെ കുട്ടി ഉറക്കെ കരഞ്ഞു. കുട്ടി മരിക്കണത് കാണാൻ എനിക്ക് വയ്യേ എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പയർ ദൂരം കൊച്ചിനെ കൊണ്ട് കിടത്തി. ഒരു അമ്പ ചെയ്താൽ എത്ര ദൂരം? അങ്ങനെ അമ്പയർ ദൂരം കൊച്ചിനെ കൊണ്ട് കിടത്തിയിട്ട് അവൾ മാറിയിരുന്നു. കൊച്ചു മരിക്കുന്നത് കാണാൻ വയ്യേ. അങ്ങനെ കൊച്ച് നിലവിളിച്ചു. വിശന്നിട്ട് കൊച്ച് നിലവിളിച്ചപ്പോൾ കർത്താവ് അത് കേട്ടു. കർത്താവ് കേട്ടിട്ടാണ് ഹാഗാറിന് വലിയ ആശ്വാസമുണ്ട്. അപ്പം എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. ഒരു ദൈവഭക്തൻ പ്രാർത്ഥിക്കണം. ദൈവഭക്തൻ പ്രാർത്ഥിക്കണം. പലരും വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥന ആവശ്യപ്പെടാറുണ്ട്. അച്ഛൻ പ്രാർത്ഥിക്കണം, അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് വിശന്നാൽ നിങ്ങളാണ് ഭക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് വിശന്നാൽ ഞാൻ ഭക്ഷിച്ചത് കൊണ്ട് കാര്യമുണ്ടോ എന്ന് പറഞ്ഞതുപോലെയാണ്. നമുക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മളത് പ്രാർത്ഥിക്കണം. കുടുംബസമേതം പ്രാർത്ഥിക്കണം. കുടുംബത്തിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുക, പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ ആശുപത്രി വിഷയമൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി അവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഐസിയുവിൻ്റെ മുമ്പിൽ എല്ലാവരും കൂടി അവിടെ നോക്കിയിരുന്നിട്ട് കാര്യമുണ്ടോ? കുറച്ച് പേരെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കണം, ദൈവത്തോട് സഹായം അപേക്ഷിക്കണം. അത് ചെയ്യണം. അത് ദൈവഭക്തൻ്റെ ലക്ഷണമാണ്. നിലവിളിക്കുക എന്ന് പറയുമ്പോൾ വാവിട്ട് കരയുക എന്നർത്ഥമല്ല, പല അർത്ഥത്തിലെടുക്കാമല്ലോ. കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു വിഷയം അത് കുടുംബത്തിൻ്റെ വിഷയമായിട്ട് കരുതി കുടുംബസമേതം അത് പ്രാർത്ഥിക്കണം. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. അത് സങ്കീർത്തനം 34:6. സങ്കീർത്തനം 34:4 ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമളി. കർത്താവിനെ തേടി ചെല്ലണം. ഇപ്പോൾ തീർത്ഥാടനത്തിന് വന്നതുപോലെ നമ്മൾ കർത്താവിനെ അന്വേഷിച്ച് ചെല്ലണം. ഈ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്ന കാര്യമാണ്, സിംഹക്കുട്ടികൾ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അത് സങ്കീർത്തനം 34:10 വാക്യമാണ്. ഇതാണ് പ്രതിഫലം. എന്താണ്? നിലവിളിക്കുന്നവനും കർത്താവിനെ തേടുന്നവർക്കുള്ള പ്രതിഫലം അതിതാണ്. സങ്കീർത്തനം 34:7 അത് കുട്ടികളെയൊക്കെ ഒന്ന് പഠിപ്പിക്കുന്നത് നല്ലതാണ്. സങ്കീർത്തനം 34:7 കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. നല്ല ഭയമുള്ള കുഞ്ഞുങ്ങളുണ്ടാവും. രാത്രി കിടന്നുറങ്ങാൻ ഭയമുള്ള കുഞ്ഞുങ്ങൾ. ചില വസ്തുക്കളെയോ ചില സാഹചര്യങ്ങളെയോ ഒക്കെ ഭയമുള്ള, ചില വ്യക്തികളെ ഭയമുള്ള ആളുകളുണ്ടാകാം. രാത്രി പുറത്തിറങ്ങാൻ ഭയമുള്ള കുട്ടികളുണ്ടാകാം.
അപ്പോൾ ഈ സങ്കീർത്തനം 34:7 പ്രാർത്ഥിക്കുന്നല്ല. രാത്രി കിടക്കുമ്പോൾ സങ്കീർത്തനം 34:7 പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്ന സ്ഥലത്തിന് ചുറ്റും ഒരു കുരിശൊക്കെ വരച്ച് പ്രാർത്ഥിച്ച് കിടക്കുന്നത് നല്ലതാണ്. ദൈവഭക്തന് കിട്ടുന്ന പ്രതിഫലമാണ്. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ചവർ രക്ഷിക്കുന്നു. ഇങ്ങനെ ഹാഗാർ ഇറക്കി വിട്ടു. അബ്രാഹത്തിന് നിവർത്തികേടായി, അവൾക്കൊരു ആവശ്യമുള്ളതൊക്കെ കൊടുത്തു വിട്ടിട്ട് അവളെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇത് ഹാഗാർ ഇങ്ങനെ തൻ്റെ കൊച്ചിനുമായിട്ട് പോകുന്നത് കർത്താവ് കണ്ടു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച്, ചുറ്റും ഇങ്ങനെ പാളയമടിച്ച് അവർക്കൊരു അനർത്ഥവും വരാതെ രക്ഷിക്കും. ഇത് സംഭവിക്കുന്ന കാര്യമാണ്. അത് ഇങ്ങനെ ഒരു എഴുതപ്പെട്ട ഒരു നടക്കാത്തൊരു കാര്യമായിട്ടല്ല ദൈവം പറയുന്നത്, ഇത് നടക്കുന്ന കാര്യമാണ്. എത്ര അപകടങ്ങളിൽ നിന്ന് ഇല്ലേ, എത്ര സുന്ദരമായിട്ട് ഒരു വാഹനം ഓടിക്കുന്നയാൾക്ക് സങ്കീർത്തനം 34:7 വെച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 91:11-12 വചനം, നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഈ വചനമൊക്കെ ഒന്ന് പഠിച്ച് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു ഗുണമാണ് ദൈവഭക്തന് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് സംരക്ഷണം. ആ ഗദറായരുടെ ദേശം സംരക്ഷിക്കപ്പെട്ടു. വഴി കൂടി ഇറങ്ങി നടക്കാൻ പറ്റിയില്ല. 2 പേര്, അവരെ പിശാച് ബാധിതര്, ആളുകളെ ദ്രോഹിച്ചിരുന്നവര്. അപ്പോൾ ആ നാടിനെ രക്ഷിച്ചത് ഈശോയാണ്. അപ്പോൾ ദൈവിക സംരക്ഷണം നമുക്ക് കിട്ടും, ദൈവിക സംരക്ഷണം കിട്ടും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം സങ്കീർത്തനം 34:10 തന്നെയാണ്. സിംഹക്കുട്ടികൾ വിശന്നു വലഞ്ഞേക്കാം. സിംഹക്കുട്ടികൾ ആരെങ്കിലും വിശന്നു വലഞ്ഞിരിക്കുമോ? അവർക്ക് ഉടനെ തന്നെ അവർക്ക് ഇര കിട്ടും, അവർ ഇര തേടി പിടിക്കും. എന്നാൽ അവർ വിശന്നു വലഞ്ഞാലും കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഇത് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യം. ഇത് വിശ്വസിക്കാൻ തയ്യാറാണോ? ഇത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ദൈവഭക്തന് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്. സംരക്ഷണവും ഒന്നിനും കുറവില്ലാത്ത അവസ്ഥ ദൈവഭക്തന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം ദൈവഭക്തി പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് സങ്കീർത്തനം 34 തന്നെ 11-ാമത്തെ വാക്യത്തിൽ, ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ അത് ഉണ്ട്. പ്രതിവചന സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ ഭാഗം വചനം ഇതാണ്: മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ, ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാകുമ്പോഴാണ് നമ്മളത് ഞാൻ തന്നെ അത് ചെയ്യാം, ഞാൻ തന്നെ അത് പറയാം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ ആരെക്കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കും, വേറെ ആരെക്കൊണ്ടെങ്കിലും പറയിപ്പിക്കും. ഇതിലിപ്പോൾ റക്ടറച്ചൻ എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ, അത് പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ അത് പ്രധാനപ്പെട്ട ആൾ തന്നെ പറയും, പ്രധാനപ്പെട്ട ആൾ തന്നെ പറയും. അപ്പം ദൈവം തന്നെ പറയാണ്, മക്കളെ ദൈവഭക്തി ഞാൻ പരിശീലിപ്പിക്കാം, മക്കളെ പറയുന്നത് കേൾക്കുവിൻ, ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ഇത് പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ദൈവം തന്നെ പരിശീലിപ്പിക്കാം എന്ന് പറയുന്നത്. ചെറിയ കാര്യമല്ല. അപ്പം നമ്മളിത് ഇപ്പോൾ പള്ളി വരിക, പ്രാർത്ഥിക്കുക, കുമ്പസാരിക്കുക, കുർബാന സ്വീകരിക്കുക, ഇതൊക്കെ ദൈവഭക്തൻ്റെ ലക്ഷണമാണ്. കുടുംബ പ്രാർത്ഥന ചൊല്ലുക, ഇതെല്ലാം ദൈവഭക്തൻ്റെ ലക്ഷണങ്ങളാണ്. നമ്മൾ ഒരു ദൈവഭക്തന് ചേരാത്ത കാര്യങ്ങളാണ് നമ്മൾ ദുരാചാരങ്ങൾ. ഒരു ദൈവഭക്തൻ ഒരു ദൈവത്തിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്യുമോ? ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യല. അതാണ് ഇപ്പോൾ ചരട് കെട്ടുക, തൊട്ടിൽ കെട്ടുക, താഴ്ത്തു പൂട്ടുക, ഇതൊക്കെ ദുരാചാരങ്ങളാണ്. അപ്പോൾ ഒരു ദൈവഭക്തൻ അത് ചെയ്യാൻ പാടില്ല, ദൈവഭക്തൻ അത് ചെയ്യാൻ പാടില്ല. ഒരു ഗോവയിൽ നിന്ന് വന്ന ഒരു കുടുംബം, അവർ കുടുംബസമേതം ഇങ്ങനെ കുറച്ച് ഒരു താലത്തിലൊരു സംഭവമൊക്കെ ആയിട്ട് വന്നു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്കതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. താലത്തിൽ തേങ്ങാമുറിയൊക്കെ ആയിട്ട്, അപ്പോൾ ഇതെന്താ അർത്ഥമാക്കുന്നത്, ഇതെന്താ ചെയ്യാൻ പോകണം? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത എന്തോ ഒക്കെ ചെയ്തു പോകുന്നു. ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത പല കാര്യങ്ങളും ചെയ്തു പോകുന്നു. ദൈവത്തോട് അടുപ്പം വരുത്താത്ത പല കാര്യങ്ങളും ചെയ്തു പോകുന്നു. കുമ്പസാരം ദൈവത്തോട് അടുപ്പിക്കില്ലേ? കുടുംബ പ്രാർത്ഥന ദൈവത്തോട് അടുപ്പിക്കില്ലേ? വചനവായന ദൈവത്തോട് അടുപ്പിക്കില്ലേ? ദൈവകൽപ്പനകൾ ദൈവത്തോട് അടുപ്പിക്കില്ലേ? കുർബാന സ്വീകരണം ദൈവത്തോട് അടുപ്പിക്കില്ലേ? ഞായറാഴ്ച ആചരണം ദൈവത്തോട് അടുപ്പിക്കില്ലേ? തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നത് ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ വിജിലൻ്റ് ആയിട്ടിരിക്കണം. ചില കാര്യങ്ങൾ, ദുരാചാരങ്ങൾ, നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ശരിയാണെന്ന് വിചാരിക്കും, ശരിയല്ല, അത് ശരിയല്ല. ചില ആളുകൾ വരുമാന മാർഗത്തിന് വേണ്ടി കണ്ടെത്തിയതാണ്. ഇവിടെ ഇന്ന് ഞാനിങ്ങനെ വായന ഏൽപ്പിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നതാണ്. അതൊരു നിമിത്തം പോലെയായി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, ഒരാളിവിടെ നടപ്പുണ്ട്, കുറേ നാളുകളായി ഒരാളിവിടെ നടപ്പുണ്ട്. അയാൾ മലയാളിയാണ്. അയാൾ ഇവിടെ ഈ കുർബാനയ്ക്കുള്ള ഒരാളോട്
കള്ളം പറഞ്ഞു, പച്ചക്കള്ളം പറഞ്ഞു. എന്താണെന്നറിയാമോ? ഞാൻ ഇന്നലെ വന്നതാണ്, എനിക്ക് ഇവിടെ രാത്രി എൻ്റെ ബാഗും പേഴ്സൊക്കെ മിസ്സായി, ഞാനിവിടെ ഈ വരാന്തയിൽ കിടന്നാണ് ഉറങ്ങിയത് എന്ന് പറഞ്ഞ് പച്ചക്കള്ളം പറഞ്ഞു. എന്നെ കണ്ടപ്പോൾ തന്നെ ഓടി. അപ്പം എനിക്ക് ആളാരാണ് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഇത് നിങ്ങൾ ഇന്ന് വന്നു പോവും, എല്ലാവർക്കും ഇത് നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. ഇദ്ദേഹം കുറേ നാളായിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ പബ്ലിക് ടോയ്ലറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇവിടെ കിടന്ന് ഉറങ്ങാമല്ലോ, വഴിയിലൊക്കെ കിടന്നുറങ്ങാം. അപ്പോൾ എൻ്റെ പേരും പറഞ്ഞ് ഒരു പ്രാവശ്യം പറ്റിച്ചു. ആരാധന ചാപ്പലിൽ ഭിക്ഷയാചിക്കുക. അപ്പം മലയാളികളോട് ചെന്നിട്ട് നല്ല തഞ്ചത്തിൽ അയ്യോ എനിക്കൊന്നുമില്ല എന്നൊക്കെ പറയും. നല്ല സുമുഖനായിട്ട് നടപ്പുണ്ട്, ഇങ്ങനെ കിട്ടുന്ന പൈസ ആയിരിക്കാം. അപ്പോൾ അത് അവിടെ സെക്യൂരിറ്റിമാർ ചെന്നിട്ട് ആരാധന ചാപ്പലിൽ ഭിക്ഷാടനം നടത്തുന്നത് അവരെ കണ്ടുപിടിച്ചു. അപ്പോൾ പറഞ്ഞപ്പോഴും എപ്പോഴോ എന്നോട് സംസാരിച്ചത് കൊണ്ട് എൻ്റെ പേരറിഞ്ഞിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് എനിക്ക് അച്ഛനെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയതിൻ്റെ പേരിലും ഇപ്പോൾ എന്നെ കാണുമ്പോൾ ഓടും, എന്നെ കണ്ടം വഴി ഓടി. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കും അയ്യോ പാവം മനുഷ്യൻ, അയ്യോ പാവം മലയാളി, ഇന്നലെ വന്നതാണ്, ട്രെയിനൊക്കെ മിസ്സായി, എല്ലാം പോയി. മനസ്സിലായോ? ഒരു ദൈവഭക്തൻ അങ്ങനെ ചെയ്യുമോ? ആളുകളെ കബളിപ്പിക്കുവോ? ഒരു ദൈവഭക്തൻ ദൈവത്തെ കബളിപ്പിക്കുവോ? ഭക്തി അഭിനയിക്കുവോ? ദൈവത്തിന് അറിയാൻ സാധിക്കുമല്ലോ. ഇങ്ങനെ ഞാനിത് ചെയ്തോളാം, ഞാൻ പള്ളിയിൽ പോയിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ പറ്റിക്കാൻ പറ്റുമോ ദൈവത്തെ? ദൈവഭക്തി പരിശീലിക്കണം. ഇത് മറിയം ദൈവഭക്തി പരിശീലിച്ച ഒരാളാണ്. ഈശോ ദൈവഭക്തി പരിശീലിച്ചത് മറിയത്തിലൂടെ യോസേപ്പിതാവിലൂടെയും. അപ്പം പരിശീലനം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നേരായ ദൈവഭക്തി പരിശീലിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ദൈവത്തിൻ്റെ സംരക്ഷണവും ഒന്നിനും കുറവില്ലാത്ത അവസ്ഥയും. യഥാർത്ഥത്തിൽ അബ്രഹാം പെട്ടുപോയി. സാറാ പറഞ്ഞിട്ടാണ് ഹാഗാറിനെ പ്രാപിച്ചത്, ഇസ്മായേൽ ഉണ്ടായതും. ഹാഗാർ ഗർഭിണിയായപ്പോൾ തന്നെ സാറായിക്ക് ബുദ്ധിമുട്ടായി. കാരണം ഹാഗാർ ബഹുമാനിക്കാതെയായി. നിങ്ങൾ കാരണമാണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്നും ഉൽപ്പത്തിയുടെ 16-ാമത്തെ അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ സാറ പറയുന്നുണ്ട്. ഇന്നതേ അവർ രണ്ടുപേരും ഇസ്മായേലും ഇസ്ഹാഖും കൂടി കളിക്കുമ്പോഴും സാറായിക്കൊരു ബുദ്ധിമുട്ട്. അവൻ എൻ്റെ മകൻ്റെ അവകാശം കൊടുക്കാൻ പറ്റുകയില്ല, ഇസ്ഹാക്കിനുള്ളത് ഇസ്ഹാക്കിന് എന്നെ കൊടുക്കണം. ഇതാര് പറഞ്ഞിട്ടാ? അബ്രഹാം പെട്ടുപോയി. യഥാർത്ഥത്തിൽ അബ്രഹാം എന്ത് ചെയ്യും? സാറാ പറഞ്ഞിട്ടാണ് ഹാഗാറിനെ പ്രാപിച്ചതും കുട്ടി ഉണ്ടായതും. ഇങ്ങനെ 2 തവണ ഞാനിങ്ങനെ പഠിച്ചപ്പോഴും 2 തവണ സാറ ഒറ്റപ്പെടുത്തി അബ്രഹാത്തിന് പിന്നെ വേറെ ആരുണ്ട്? ദൈവം മാത്രമേ ഉള്ളൂ. ദൈവമാണ് വെളിപ്പെടുത്തി കൊടുത്ത അവളെ പറഞ്ഞു വിട്ടേക്ക്. എന്നിട്ട് ആ ദൈവം തന്നെ ഹാഗാറിനെ വഴി നടത്തി. ഇന്ന് ഗദറായരുടെ നാട്ടിൽ ആ 2 പിശാച് ബാധിതരെ ഒഴിവാക്കി ഈശോ നാടിനെ രക്ഷിച്ചു കഴിഞ്ഞപ്പോഴും ഇന്നത്തെ വചനം മത്തായിയുടെ സുവിശേഷം 8-ാം വാക്യത്തിൽ അവര് ഈശോയോട് പറഞ്ഞു ഈ ദേശം വിട്ട് പൊക്കോളാൻ. ദേശത്തെ രക്ഷിച്ചത് ഈശോയാണ്. എന്നിട്ട് ഈശോയോട് പറയാണ് ആ ദേശം വിട്ടു പോകാൻ. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവഭക്തി വേണം. അത് കഴിഞ്ഞ് നമ്മുടെ രീതികൾ. ദൈവത്തെ തള്ളിക്കളയരുത്. ദൈവമേ നിനക്ക് സംരക്ഷണം നൽകാനുള്ളൂ. നിന്റെ ദൈവം മാത്രമേ നിനക്ക് സംരക്ഷണം നൽകാനുള്ളൂ. അതുകൊണ്ട് ഒരു സിമ്പിൾ നമ്പറിൻ്റെ ലോജിക്കാണ്. അതായത് മത്തായി 8:34 ഈശോയെ തള്ളിപ്പറയുന്നത്, അവരെ പൊയ്ക്കോളാൻ പറയുന്നത്. പക്ഷെ സങ്കീർത്തനം 34:8 പറയുന്നത്, അതായത് കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ നമ്മളിങ്ങനെ രുചിച്ചറിയണം. പരിശുദ്ധ കുർബാന സ്വീകരണം കുമ്പസാരത്തിലൂടെ അല്ലേ കർത്താവിനെ രുചിച്ചറിയാൻ പറ്റുക? ഒരു ചരട് എവിടെയെങ്കിലും കെട്ടിയാൽ ചരടിന്റെ മണം കിട്ടും. കർത്താവിനെ രുചിച്ചറിയാൻ പറ്റുമോ? എവിടെയെങ്കിലും കൊണ്ടൊരു താഴ്ട്ട് പൂട്ടിയാൽ കർത്താവിനെ രുചിച്ചറിയാൻ പറ്റുമോ? കർത്താവിനെ രുചിച്ചറിയുവിൻ. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. കർത്താവിനെ വിട്ട് കളയരുത്. കർത്താവിനെ രുചിച്ചറിയുന്നവനാണ് ഭക്തൻ. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവനാണ്. അഭിഷേകത്തിൽ, കുരിശിൽ മരിച്ച അഭിഷേകത്തിൽ നിൽക്കുന്ന കർത്താവിനെ അങ്ങനെ അങ്ങ് മുട്ടി നിൽക്കുക. കർത്താവിനെ മുട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയ ദൈവവേദന നീ പള്ളി വരുന്നതും കുമ്പസാരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. എന്നാൽ നീ എവിടെയെങ്കിലും കൊണ്ട് താക്കോലിട്ട് പൂട്ടിയാൽ, ചരട് കൊണ്ട് കെട്ടിയാൽ
എവിടെയാണ് കർത്താവിനെ മുട്ടി നിൽക്കുന്നത്? അതുവഴി നീ എങ്ങനെയാണ് കർത്താവിനെ സ്പർശിക്കുന്നത്? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മറിയം കർത്താവിനെ കൊണ്ടു നടന്നതുപോലെ കർത്താവിനെ ഉള്ളിൽ കൊണ്ടു നടക്ക്. അപ്പോൾ കർത്താവ് സംരക്ഷിക്കുന്ന അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ.